Ummy's Tasty Hut. അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നോമ്പുതുറ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പുതിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. യൂട്യൂബിൽ തന്നെ ആരും ഇതുവരെ ഷെയർ ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് കട്ട്ലറ്റ് പോള എന്നാണ്. കട്ട്ലറ്റിൻ്റെ ഫില്ലിങ്ങും പിന്നെ കാണാനും കട്ട്ലറ്റ് പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് മസാല റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ട്ലറ്റിന് നമ്മൾ ഉണ്ടാക്കുന്ന മസാല തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില ചെറുതായി അരിഞ്ഞത്, കരിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. സവാള പകുതി വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. എല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മിക്സ് ചെയ്ത ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് കിട്ടും. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കണം. ഇതുപോലുള്ളൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഈ ഒരു സൈസിൽ. ഇത് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയിൽ ക്യാമറ ഒന്ന് കട്ടായിപ്പോയി. ഇനി ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതേ മസാലയിൽ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി. ഇതിപ്പം അത്രയും വേണ്ടി വരില്ല ഇതിൽ ഉരുളക്കിഴങ്ങ് പോളക്ക് വേണ്ടിയിട്ടാകുമ്പോൾ. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോളക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അധികം ഉപ്പ് ഇട്ട് കൊടുക്കരുത്, കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് പോളയുടെ ഒരു കവറിങ് ആയിട്ട് വരുന്നതാണ് ഈ ബാറ്റർ. അപ്പോൾ ഇതിലേക്ക് എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ പോളക്ക് കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പും ഒരു ഇതൊക്കെ വരുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോള ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഫ്ലെയിമിൽ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ഇതുപോലത്തെ പാനോ അല്ലെങ്കിൽ പഴയ ഫ്രൈ പാനോ ഒക്കെ വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് പോള ഉണ്ടാക്കാനുള്ള പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നന്നായി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും ഒന്ന് ലെവലാക്കി കൊടുക്കുക. നമ്മൾ പോള സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ചെറുതിൽ തന്നെ വെക്കണം, കൂട്ടി കൊടുക്കാൻ പാടില്ല. ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പോളയുടെ അടിഭാഗമൊക്കെ ഹാർഡായി പോവും. ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ. ഇതുപോലെ നന്നായി ഒന്ന് എല്ലാ ഭാഗത്തും ലെവലാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മസാല നിരത്തി കൊടുക്കാം. മസാല നിരത്തി കൊടുക്കുന്ന സമയത്ത് അധികം സൈഡിലായി പോവാതെ നോക്കുക. അരികിലായി കഴിഞ്ഞാൽ പോള ബേക്ക് ചെയ്യുന്ന സമയത്ത് മസാല കരിഞ്ഞു പോകും. അപ്പം കുറച്ചൊന്ന് സൈഡിൽ നിന്ന് കുറച്ചൊന്ന് വിട്ട് ഇതുപോലെ മസാല നിരത്തി കൊടുക്കുക. മസാല കുറച്ചൊന്ന് ബാക്കി വന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ബ്രെഡ് ക്രംസിൻ്റെ. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായി ലെവലാക്കി കൊടുക്കാം.
ഇതുപോലെ ചെറിയ പാനിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. വലിയ പാനാണെങ്കിൽ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിളാക്കി എടുക്കണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വിതറി കൊടുക്കാം. നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അടിഭാഗത്ത് നല്ലൊരു ക്രിസ്പി ആയി കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ കുറച്ച് വിതറി കൊടുത്താൽ മതി, കൂടുതൽ വേണ്ട. എല്ലാ ഭാഗത്തും ഇതുപോലെ വിതറി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതുപോലുള്ള ഹോളുള്ള മൂടിയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ അലുമിനിയം ഫോയിൽ വെച്ചോ ഒന്ന് അടച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ വെള്ളം ഇറങ്ങി വരും. ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അധികം വെള്ളം ഇറങ്ങി വരില്ല. അപ്പോൾ 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. 15 മിനിറ്റിൽ കൂടി പോവരുത്. ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. പോള ഒരു വശം റെഡി ആയിട്ടുണ്ട്, ഏകദേശം കുക്കായിട്ടുണ്ട് ഇത്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം പോള തിരിച്ചിട്ട് കൊടുക്കാൻ. കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നാലേ നമ്മൾ മുകളിൽ വിതറി കൊടുത്ത ബ്രെഡ് ക്രംസ് നന്നായി ഒന്ന് റോസ്റ്റായി വരും, നല്ലൊരു ക്രിസ്പി ആയി കിട്ടും. പിന്നെ നമുക്ക് പോള ഇതിലേക്ക് സൂക്ഷിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോൾ തന്നെ റെഡിയായി കിട്ടും. അതിൽ കൂടുതൽ വെക്കണ്ട, ഹാർഡായി പോവും. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കാണാൻ തന്നെ നല്ലൊരു വലിയൊരു കട്ട്ലറ്റ് വെച്ച പോലെ ഇല്ലേ. ഇതുപോലെ ചെറിയ പാനിൽ ഉണ്ടാക്കണം, അതാണ് കാണാൻ ഭംഗി. വലിയ പാനിലാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടി കൊടുക്കുക. ഇത്ര ഭംഗി ഉണ്ടാവില്ല വലിയ പാനിൽ ഉണ്ടാക്കിയാൽ. ഇതുപോലെ ഉണ്ടാവും, ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വെറൈറ്റി സ്നാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടമാവും. എല്ലാവർക്കും ഇപ്പോൾ വെറൈറ്റി സ്നാക്സ് ആണല്ലോ ഇഷ്ടം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാവും. അപ്പം ഇനിയൊരു നല്ലൊരു റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്